അപ്പോ എന്തിനുള്ള പുറപ്പാടാ നീയോ നശിച്ചു. മറ്റുള്ളവരെങ്കിലും വെറുതെ വിട്ടൂടെ? മാളുവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് പോവില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുള്ളൂന്ന് എനിക്കും വിപിക്കും അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ടാ കോളേജിൽ പോണ്ടെന്ന് തീർത്ത് പറഞ്ഞത്. അതൊന്നും കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? ഞാൻ എന്ത് ചെയ്തു അമ്മ ഈ പറയുന്നേ? എന്തുകൊണ്ടാ മാളു എന്റെ ഒപ്പം നിന്നേന്ന് അവള് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. എന്റെ മനസ്സ് എന്താണെന്നും ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്നും മാളുവിന് മാത്രമേ അറിയൂ. അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ എല്ലാ എതിർപ്പുകളും വിലക്കുകളും മറന്നുകൊണ്ട് അവൾ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന. ഞങ്ങളെ അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നോ, നീ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീയും മാളുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുരളിക്കോ അശ്വതിക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഞങ്ങൾക്കും അത് കഴിയില്ല. ശരിയാ, ഞങ്ങളായി തുടങ്ങി വെച്ച സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ ഞങ്ങളുടെ മക്കളിലൂടെ തുടരണമെന്ന് ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം രണ്ട് വീട്ടുകാർക്കും ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് മാളുവിന് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ അറിയാതെങ്കിലും ഒന്ന് സന്തോഷിച്ചു പോയി. പക്ഷെ അതിന് പോലും അവകാശമില്ലെന്ന് അടുത്ത നിമിഷം ബോധ്യമാവുകയും ചെയ്തു. നാണം കെട്ട് മതിയായ അപ്പൂ, ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്ക്. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ വേണമെന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ? നീ കാരണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി. എന്തിനാ ഇനി അവരെ കൂടെ? ഞാൻ എന്ത് വേണം അമ്മ പറയാ? ഇഞ്ചിഞ്ച ഇങ്ങനെ കൊല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയടിക്കും തീർത്തു തരുവോ? നിന്റെ കൈ കൊണ്ടാവുമ്പോ സന്തോഷാവും. അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തു അപ്പൂ. അത്രയ്ക്കും മതിയായി. അതുകൊണ്ടാ മോളെ, നീ എന്നോട് പിണങ്ങിട്ട് എന്താ മാളു കാര്യം? ഒക്കെ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ. അപ്പുമായുള്ള റിലേഷനിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോളാംന്ന് നീ ഞങ്ങളോട് പ്രോമിസ് ചെയ്തതല്ലേ. എന്നിട്ട് നീയായിട്ട് തന്നെ വാക്ക് തെറ്റിച്ചു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അച്ഛന് ദേഷ്യം വരില്ലേ? ദേഷ്യം വന്നാലുടനെ ശിക്ഷയും വിധിക്കണമല്ലോ. വീട് ജയിൽ മുറിയാക്കണം, പൂട്ടിയിടണം, സമയാസമയങ്ങളിൽ ഭക്ഷണം, വസ്ത്രം, തീർന്നല്ലോ. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഒരാളുടെ ബേസിക് നീഡ്സ്, അല്ലേ അമ്മേ? പോട്ടെ, എത്ര നാളത്തേക്കാണ് ഈ ശിക്ഷ? ഒരാഴ്ച? അത് ഒരു മാസത്തേക്കോ? അതുമല്ല, നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാതാകുന്നിടം വരെയോ? അതും കൂടി ഒന്ന് പറഞ്ഞതാ എനിക്ക്. മാളു, എനിക്ക് വിഷമൊന്നുമില്ല അമ്മേ. എത്ര നാള് വേണമെങ്കിലും ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തിനാ എല്ലാരും കൂടി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന്? എന്തായിരുന്നു ഞാൻ ചെയ്ത കുറ്റമെന്ന്? അതിന് ഞാൻ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുന്നുള്ളൂന്നുണ്ടോ? ആ ഫ്രണ്ട്ഷിപ്പ് അച്ഛന് തീരെ ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും. അപ്പു ഇപ്പൊ പഴയ ആളല്ല മാളു. ഒരാൺകുട്ടിയുടെ മനസ്സുമായിട്ട് നടക്കുന്ന അവളോട് ഒരു പെൺകുട്ടിയായ ഞാൻ കൂട്ടുകൂടാൻ പാടില്ല. അത് പാപമാണ്, അവിശുദ്ധമാണ്, ഓരോരുത്തതിന് അവീതമാണ്, അല്ലേ അമ്മേ? അമ്മ, നിങ്ങൾ ഈ പറയുന്ന പുതിയ അപ്പൂനെ ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ പേടിക്കുന്ന പോലൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കായിരുന്നു. എനിക്ക് മാത്രല്ല, അപ്പൂനും. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനോട് ഒന്നും മറച്ചു വെച്ചില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. മാളു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലമ്മ, അതമ്മ വെറുതെ പറയുന്നതാ. എന്നെ മനസ്സിലാവുമെങ്കിൽ അമ്മയ്ക്ക് വളരെ ഈസിയായി
അപ്പുവിനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെ വിചാരിക്കും പോലെ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റപ്പോ തോന്നിയ തീരുമാനമായിരുന്നില്ല അപ്പുവിന്റെ. അവളോടൊപ്പം വളർന്ന് ഒരു മനസ്സായിരുന്നു അത്. അവളുടെ മനസ്സ് അങ്ങനെയായി പോയതിന് അവൾ എന്തു പഴിച്ചു? അങ്ങനെ മനസ്സുള്ളവർക്കും ജീവിക്കണ്ടേ ഈ ഭൂമിയില്? സ്നേഹിക്കണ്ടേ, പഠിക്കണ്ടേ, ജോലി നേടണ്ടേ? അതിനൊന്നും അവകാശമില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നോക്കുമാളു, നീ ഈ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. അതൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കാനും ഞങ്ങൾക്ക് കഴിയും. പക്ഷെ എല്ലാത്തിലും ഒക്കെ ഞങ്ങൾക്ക് നിന്റെ ഭാവിയാ വലുത്. അതിങ്ങനൊരു കൂട്ടുകെട്ടിൽപ്പെട്ട് ഇല്ലാതാവാൻ പാടില്ല. കൂട്ടുകെട്ടെന്ന് വെച്ചാൽ അമ്മ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പു ഇങ്ങനൊരാളായി പോയതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ആ ഒരു റിലേഷന് മാത്രമേ സ്പേസ് ഉള്ളൂ എന്ന് നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് കൽപ്പിച്ചു കൂട്ടുക. അമ്മ വിശ്വസിക്കണമെന്നില്ല, എന്നാലും പറയാം, ഞങ്ങളുടെ സൗഹൃദത്തിൽ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് നൊന്താൽ എനിക്ക് നോവും അമ്മ. അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലോ അപമാനമോ ഒക്കെ എന്റേത് കൂടിയാ. ജനിച്ച നാൾ മുതൽ കൂട്ടുകാരി ആയവൾക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ അമ്മ? അതിനി ആര് വിലക്കിയാലും തടവിലിട്ടാലും ഞാൻ ചെയ്യും. അവളെ ഉപേക്ഷിക്കാൻ സത്യമായിട്ട് മനസ്സ് അനുവദിക്കാത്തതുണ്ടാ. മോളെ, അമ്മ പോയിക്കോളൂ, ഞാൻ കുറച്ചേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. എന്താ അവള് പറയുന്നേ? അപ്പുവായിട്ടുള്ള കമ്പനി തുടരാൻ തന്നെയാണോ അവിടെ ഉദ്ദേശം? അതിന് അവക്ക് അവളുടേതായ ന്യായീകരണങ്ങൾ ഉണ്ട് മുരളിയേട്ടാ. നോ, ഇനി അവളെ എന്തൊക്കെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നമ്മൾ വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ എതിർത്താലും അപ്പുവായിട്ടുള്ള കൂട്ടുവിടാൻ അവള് തയ്യാറല്ലെന്ന്. ആഹാ, എങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. തന്തയും തള്ളയെ അനുസരിക്കാത്ത മറ്റൊരു അപ്പുവായി വളരാൻ ഞാൻ അവളെ അനുവദിക്കില്ല. മുരളിയേട്ടാ, ഒന്ന് അടങ്ങ്. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ തല്ലാനും ശാസിക്കാനൊക്കെ പോയാ അവളുടെ വാശിയും ദേഷ്യമൊക്കെ കൂടുകയുള്ളൂ. അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ ആദ്യം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്റെ മുരളിയേട്ടാ, അതാ നല്ലത്. അപ്പുവിനോടുള്ള ഇഷ്ടത്തെക്കാളും അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തും എന്നുള്ള സിമ്പതിയാ മാളുവിന്റെ മനസ്സിൽ. അത് മുതലെടുക്കാൻ അപ്പു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിന് വിപിയുടെയും ഗീതയുടെയും സൈലന്റ് സപ്പോർട്ടും. ചീത്തപ്പേരും നാണക്കേടും അവർക്ക് മാത്രമല്ലല്ലോ ഒന്ന് ആശ്വസിക്കാനാ. അതിനുള്ള സൂത്രപ്പണിയായത്. അതൊന്നും നമ്മുടെ മോക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? മാളുവല്ലാതെ മാറിപ്പോയിരിക്കുന്നു മുരളിയേട്ടാ. ഇതുവരെ അവള് നമ്മളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അവളിപ്പോ കാണിക്കുന്ന ഈ ധൈര്യമാണ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അമ്മ പറഞ്ഞതുപോലെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അശ്വതി. വീട് തൽക്കാലം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആർക്കെങ്കിലും റെന്റിന് കൊടുത്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറാം. അതാവും നല്ലത്. ഈ വീട് മാറിയിട്ട് മാത്രം എന്താ കാര്യം? പിള്ളേര് കോളേജിൽ ഒരുമിച്ചല്ലേ? കാണലും കൂടലും ഒക്കെ അവിടെ വെച്ചു ആവാലോ. മാളുവിനെ തൽക്കാലം കോളേജിലേക്ക് വിടണ്ടാന്ന് വെക്കുക. ഹാ, അതെങ്ങനെ ശരിയാവും? അവളുടെ പഠിത്തത്തെ ബാധിക്കില്ലേ? പഠിത്തം പോയാലും വേണ്ടില്ല, മനുഷ്യന്റെ മാനം പോവാതിരിക്കുമല്ലോ. അല്ലെങ്കിൽ തന്നെ കോളേജിൽ ഇപ്പോഴേ രണ്ടിനെക്കുറിച്ചും വൃത്തികെട്ട കഥകളൊക്കെ പരന്നു തുടങ്ങി. അവളായിട്ടെല്ലാം പരസ്യമാക്കിയ സ്ഥിതിക്ക് ഇനി കേൾക്കുന്നവരും അറിയുന്നവരും എല്ലാം അത് സത്യമാണെന്ന് വിശ്വസിക്കൂ. ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക അശ്വതി. ഈ നശിച്ച നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു.
They try to bet. Bet. They try to bet. എന്റെ ഫോൺ എവിടെ? ശ്ശെ, ഇതെവിടെ പോയി? ആരാ ഈ റൂം ലോക്ക് ചെയ്ത്? വാതിൽ തുറക്കാനല്ലേ പറഞ്ഞേ? അച്ഛാ, അമ്മേ, തുറക്കാനാ പറഞ്ഞേ. എനിക്ക് കോളേജിൽ പോണം, ഇല്ലെങ്കിൽ ഞാനത് ചവിട്ടി പൊളിക്കും. അച്ഛൻ ഇത് ഭയങ്കര ബോറാണ് കേട്ടോ. മര്യാദക്ക് തുറക്കാനാ പറഞ്ഞേ. അച്ഛാ, വാതിൽ തുറക്ക്. മര്യാദക്ക് ഇത് തുറക്കാൻ. അമ്മേ, അച്ഛൻ തുറക്കോ. അച്ഛാ, എനിക്ക് കോളേജിൽ പോണം. അച്ഛാ, അമ്മ തുറക്കാൻ. വാതില് തുറക്ക്. മര്യാദക്ക് ഇത് തുറക്കാൻ. അമ്മേ, അച്ഛൻ തുറക്കോ. അച്ഛാ, എനിക്ക് കോളേജിൽ പോണം. അച്ഛാ, എന്താ നിർത്തിക്കളഞ്ഞത്? ക്ഷീണിച്ചോ എത്ര വേഗം? എന്തിനാ റൂം ലോക്ക് ചെയ്ത്? മനസ്സിലായില്ലേ? നീ ഇവിടുന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാ ഇത് ചെയ്തത്. കാരണം എന്റെ മകളൊരു സോഷ്യൽ ന്യൂസൻസ് ആണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞാനിത് ചെയ്യുന്നു, സന്തോഷത്തോടെ. ഇനി നീ എത്ര തട്ടി വിളിച്ചാലും തല്ലി പൊളിച്ചാലും നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഈ വാതിലിനി തുറക്കില്ല. അപ്പോൾ സമയാസമയങ്ങളിൽ ഭക്ഷണവും മറ്റെല്ലാം ഞാൻ കൊണ്ടുവരും. അതിനല്ലാതെ ഈ വാതിലിനി തുറക്കില്ല. പോലീസിനെ അറിയിക്കാനോ ഫ്രണ്ട്സിനെ വിളിച്ച് വിവരം പറയാനൊന്നും നിൽക്കണ്ട. നിന്റെ മൊബൈൽ എൻ്റെ കയ്യിലാ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. സിനിമ കാണാം, മ്യൂസിക് ആസ്വദിക്കാം, ആണായിട്ട് ജീവിക്കാം. എല്ലാം മടുത്തുവെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അങ്ങനെ എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊക്കെ ഈ 4 ചുവരിനുള്ളിൽ മാത്രം. പുറത്തേക്ക് ഇനി നിന്നെ വിടില്ല ഞാൻ. അതൊന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാ. ക്ഷീണം മാറിയെങ്കിൽ ബഹളം തുടരാം. പക്ഷെ ആ ബഹളവും മറ്റുള്ളവർക്ക് സഹിക്കാവുന്നതിനപ്പുറമായാൽ അത് ഇല്ലാതാക്കാനുള്ള വഴിയും ഞാൻ നോക്കും. വേണ്ടി വന്ന ചങ്ങലക്കിടും നിന്നെ. എന്തിനും തയ്യാറായി തന്നെയാ ഞാൻ. എക്സ്ക്യൂസ് മീ. വിജയ് പണിക്കർ, VP. ആ 2 അക്ഷരത്തിന്റെ എക്സ്പാൻഷൻ
വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റി എന്നാണെന്ന് ഗമയോടെ ഞാൻ അമ്മയോടും മാളുവിനോടും ഒക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ നിമിഷം എനിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല എന്റെ അച്ഛനെന്ന്. അച്ഛനൊരു ഭീരുവാ, അതിലേറെ ദുരഭിമാനിയും. ഒരു നല്ല അധ്യാപകനല്ലെന്ന്, നല്ല അച്ഛനല്ലെന്ന്, നല്ല ഭർത്താവോ സുഹൃത്തോ അല്ലെന്ന് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ. VP, you are nothing but a big zero. I feel pity. അച്ഛനോടല്ല, അച്ഛന്റെ മോട്ടിവേഷനിലും സ്ട്രെസ് മാനേജ്മെന്റിലും വിശ്വസിച്ച് ജീവിതം പഠിക്കാൻ ഇറങ്ങിയ പാവം പിള്ളേരോട് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട് എനിക്ക്. യെസ്, യു ആർ കറക്റ്റ് അപ്പു. എനിക്കും ഇപ്പോൾ അവരോട് സഹതാപ തോന്നുന്നു. ഇനി ഒരു മോട്ടിവേറ്ററോ ട്രെയിനറോ ആയിട്ട് തുടരാനുള്ള യോഗ്യത എനിക്കില്ല. യെസ്, ഐ ആം ഡിസ്ക്വാളിഫൈഡ്. അതുകൊണ്ട് എല്ലാം വെച്ച് മതിയാക്കി ഞാൻ. ഇനി നമുക്ക് 3 പേർക്കും വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ എങ്ങനെ കഴിയാം, മരണം വരെ. എന്തു വേണം? മുരളിയില്ലേ ഇവിടെ? ഒന്ന് വിളിക്കേ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. മുരളി, മുരളി. എന്താ VP? ഇന്നലെ മുരളി എൻ്റെ വീട്ടിൽ വന്നൊരു ഷോ കാഴ്ചവെച്ചില്ലേ, അതിനെ ആവർത്തിക്കരുതെന്ന് ഒന്ന് മാന്യമായിട്ട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഷോ കാണിച്ചെങ്കിൽ അതിന്റെ കാരണവും VPക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? അല്ലേ, അത് കൊള്ളാം. ഇയാളെ വീട്ടിൽ കയറി വന്ന് തന്റെ മോളെയൊന്നും അല്ലല്ലോ അവൻ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്, ഞങ്ങളുടെ കൊച്ചിനെയല്ലേ? ഏയ്, നിങ്ങൾ ശബ്ദിക്കരുത്. ഇത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാം. ആഹാ, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്റെ വാവലക്കാൻ ഇയാൾ ആരാടോ? ദേ, എന്നോട് കയർക്കാൻ വന്നല്ലുണ്ടല്ലോ. അമ്മേ ഒന്ന് അടങ്ങ്. നീ ചുമ്മാ റെഡി. പറയാനുള്ളത് ഏത് പൊന്നു തമ്പുരാന്റെ മുഖത്ത് നോക്കിയാണേലും ഞാൻ പറയും.